സമൂച്ചീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങ പച്ചടി തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഇതുപോലെയുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇതിനാവശ്യമായ ഉപ്പ്, കൂടാതെ ഇതിന് 1 കപ്പ് തൈര് കൂടെ എടുത്തിട്ടുണ്ട്. ഈ പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മാങ്ങയ്ക്ക് നല്ല പുളിയാണ്, അതുകൊണ്ട് തൈരെടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈരെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. പാത്രം വയ്ക്കുക, അതിലേക്ക് മാങ്ങ കഷ്ണങ്ങളും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം വെള്ളം ഒഴിക്കേണ്ട. അതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം മുതൽ 3/4 ഇത് മൊത്തം ഒഴിച്ചേക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്. ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ജീരകവും കടുകും ചതച്ച് ചേർത്താൽ മതി. ഇനി അത് അരച്ചെടുത്തിട്ട് വരാം. ഇനി കറിയിലേക്ക് താളിച്ചിടുന്നതിന് വേണ്ടി ഒരു 4 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 പിഞ്ച് ഉലുവ, വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ. ഇനി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മാങ്ങ പച്ചടി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. മാങ്ങ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. അവിടെ വെന്തിട്ടുണ്ട്. തേങ്ങയും കടുകും ജീരകവും കൂടെ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അത് ചൂട് പിടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. തൈര് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കണം. ഉപ്പൊക്കെ നോക്കണം. നോക്കിയിട്ട് പോരാങ്കിൽ ഇടണം. ഉപ്പ് പോരാതെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി കൂടെ ലൂസാകണമെന്നുണ്ട്, അതുകൊണ്ട് അല്പം കൂടെ വെള്ളം ഒഴിച്ചു. 1 സ്പൂൺ വെള്ളം, ഇതുപോലെ 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ കൂടെ വെള്ളം ഒന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഇറക്കിയിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കടുക് തളിച്ചിട്ട് കൊടുക്കുക. നമുക്ക് കടുക് തളിച്ചിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അല്പം കടി ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക, കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ച് നോക്കി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.